അസ്സലാമു അലൈക്കും. ബഹുമാന്യ നമ്മുടെ വിശിഷ്ട അതിഥി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻറ്റും മഹാരാഷ്ട്ര KMCC യുടെ കീഴിൽ പുതുതായി രൂപീകരിച്ച ഗുലാം മുഹമ്മദ് ബറാത്ത് വാല ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വൈസ് ചെയർമാനുമായ സൈനുലാബിദ്ദീൻ സാഹിബ്, കേരള സംസ്ഥാന മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയും എൻ്റെ സുഹൃത്തുമായ ഷാബി ഷാലിയൻ സാഹിബ്, ഈ വേദിയിലുള്ള സ്റ്റേജിലും വേദിയിലുമുള്ള മുഴുവൻ നേതാക്കന്മാരെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും. ഒരു നീണ്ട ഒരു പ്രസംഗത്തിൻ്റെ ആവശ്യമല്ല ഇവിടെ ഉള്ളത്, എനിക്കറിയാം. നമ്മുടെ പരിപാടിയിൽ പ്രസംഗിക്കാൻ വേണ്ടി തന്നെയാണ് നാട്ടിൽ നിന്നും ഇവിടെ എത്തിയ നമ്മുടെ സെക്രട്ടറി ഷാഫി ചാലിയൻ സാഹിബ് ഉള്ളത്. അതുകൊണ്ട് നമ്മളുടെ എല്ലാ സമയവും അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് ഈ യോഗത്തിൻ്റെ പെട്ടെന്ന് തന്നെ തീർത്തുകൊണ്ട് നമ്മുടെ ഈ ഫാമിലിൻ്റെ ഒരു ഗാനമേള മറ്റൊക്കെ തുടങ്ങുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. ബോംബെ കേരള മുസ്ലിം വെൽഫെയർ ലീഗ് എന്ന 7 പതിറ്റാണ്ട് കാലങ്ങൾക്ക് മുമ്പ് ബോംബെ നഗരത്തിൽ രൂപീകരിക്കപ്പെട്ട ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പോഷക സംഘടനയായ വെൽഫെയർ ലീഗ് ഇന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും KMCയുടെ ഏകീകരണത്തോടു കൂടി AKMCC ആയി പ്രവർത്തിക്കുന്നു. നമ്മുടെ മുൻകാലമുണ്ടായ ആൾക്കാരൊക്കെ ഗൾഫ് രാജ്യങ്ങൾക്ക് മുമ്പ് അവരെല്ലാ കാര്യത്തെയും എല്ലാ കാലത്തും എല്ലാ ആവശ്യങ്ങൾക്കും ആശ്രയിച്ചിരുന്നത് ബോംബെ ആയിരുന്നു. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരായാലും കേരളത്തിലെ മതസ്ഥാപനങ്ങളുടെ സമസ്തയുടെ നേതാക്കന്മാരായാലും ഗൾഫിന് മുമ്പ് സാമ്പത്തിക ആവശ്യത്തിന് വേണ്ടി അന്ന് വന്നിരുന്നത് ബോംബെ നഗരത്തിലായിരുന്നു. ഒരു കാലത്ത് ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു നഗരമായ ആ നഗരത്തിലെ ജീവനാഡിയായിരുന്നു അന്നത്തെ ബോംബെ കേരള മുസ്ലിം വെൽഫെയർ ലീഗ്. മഹാനായ CH മുഹമ്മദ് വയാസ് സാഹിബിനെയും അതുപോലെ തന്നെ ബാഫയ്ക്ക് തങ്ങളെയും മറ്റൊക്കെ ഇവിടെ നിന്ന് ഇവിടുത്തെ പ്രവാസി മലയാളികൾ അദ്ദേഹത്തെ സ്വീകരിച്ച കഥകളൊക്കെ കഴിഞ്ഞ കാല നേതാക്കന്മാർ നമ്മോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ KMCCൻ്റെ അന്നത്തെ വെൽഫെയർ ലീഗിൻ്റെ നേതാവായിരുന്ന UA മീരൻ സാഹിബ് ഇവിടുന്ന് പോയതിന് ശേഷമാണ് കേരളത്തിലെ മന്ത്രിയും മറ്റൊക്കെ ആയത്. ഇന്ന് ഈ ഇടക്കാലത്ത് മന്ത്രിയായ അഹമ്മദ് അവർക്കലൊക്കെ ഇവിടെ നിന്ന് പോയ പ്രവാസിയാണ്. അതുപോലെ ഗൾഫ് രാജ്യങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക ഗൾഫ് രാജ്യങ്ങളുള്ള ഇന്നത്തെ KMCCയുടെ നേതാക്കന്മാരൊക്കെ അവരുടെ ബാലപാഠം ഈ മുംബൈ നഗരത്തിനാണ്. ആ സംഘടന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എന്ത് ആവശ്യങ്ങളും കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നും ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ സഹപ്രവർത്തകരുടെ പ്രവർത്തനം മൂലം നമ്മൾ കൊണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കൂടുതൽ പ്രവർത്തനം സജീവമാക്കുവാൻ വേണ്ടിയാണ് ഗുലാം മുഹമ്മദ് ബറാത്ത് ഇവിടെ ചാരിറ്റബിൾ സൊസൈറ്റി ഉണ്ടാക്കിയത്. ആ കാര്യവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിന് നേതൃത്വം കൊടുക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ കേരള സംസ്ഥാന പ്രസിഡൻറ്റും നമ്മുടെയൊക്കെ അഭിനന്ദനായ നേതാവുമായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ ചെയർമാനായി ബഹുമാനപ്പെട്ട നമ്മുടെ വൈസ് ചെയർമാനായ സൈനുലാബിദ്ദീൻ സാഹിബ് പോയി ആവശ്യപ്പെട്ടത് പ്രകാരം അദ്ദേഹം ഏറ്റെടുക്കുകയായിരുന്നു. ഞാനും സൈനുദ്ദീൻ സാഹിബും
തങ്ങളെ പോയി കാണാൻ വേണ്ടി പോയപ്പോൾ തങ്ങൾ ഇത്രേ പറഞ്ഞു, ആ സൈനുദ്ദീൻ സാഹിബ് ഉണ്ടല്ലോ പിന്നെന്താന്ന് ചോദിച്ച്. ഞാൻ നിൽക്കാമെന്ന്. നമുക്കറിയാം ബോംബെയുടെ നഗരത്തോട് വളരെയധികം സ്നേഹമുള്ള ബോംബെയിൽ അലിഞ്ഞു ചേർന്ന സൈനുദ്ദീൻ സാഹിബ് അദ്ദേഹത്തിൻ്റെയും കൂടി ശ്രമം കൊണ്ട് നമുക്ക് ബോംബെയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഒരു ചരിത്രം സൃഷ്ടിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. ബോംബെ നഗരത്തിലുള്ള നമ്മുടെ സംഘടനയുടെ അനേകം നേതാക്കന്മാരുണ്ടെങ്കിലും അവരൊക്കെ ക്രോഡീകരിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് അഭിമാനം ചെയ്യുന്ന ടാറ്റോ മെമ്മോറിയൽ ക്യാൻസർ സെൻ്ററിനെ തിരുവനന്തപുരത്തെ CH സെൻ്റർ പോലെ എല്ലാ പാവപ്പെട്ട രോഗികൾക്കും സേവനം ചെയ്യാൻ വേണ്ടി സജ്ജീകരിക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉദ്ദേശം സഫലീകരിക്കുമാറാകട്ടെ. നമുക്കറിയാം എത്രയോ രോഗികളുടെ കാര്യങ്ങളിൽ ഇടപെട്ട ഒരു വ്യക്തി എന്ന നിലക്ക് തന്നെ കേരളത്തിൽ നിന്ന് വരുന്ന ക്യാൻസർ രോഗികളിൽ ഒട്ടുമിക്ക പേരും അവരുടെ ലാസ്റ്റ് ടൈമാണ് ബോംബെയിലെത്തുന്നത്. അവരെ അതിനു മുമ്പ് തന്നെ നമുക്ക് ടാറ്റ മെമ്മോറിയലും മറ്റുമായി സഹകരിപ്പിച്ചുകൊണ്ട് അവർക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് വളരെയധികം പ്രയാസങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമായിരിക്കുന്നു. അങ്ങനെ ഒരു ഉദ്ദേശം കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് വന്നത്. അതിൻ്റെ വൈസ് ചെയർമാനായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി. അദ്ദേഹത്തെ പറ്റി കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഒരു പ്രവാസിയാണെങ്കിൽ പോലും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ വളരെയധികം സ്നേഹിക്കുന്ന അദ്ദേഹം മുസ്ലിം ലീഗ് പ്രവർത്തകരോട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ബന്ധുക്കളെ പോലെയാണ് അദ്ദേഹം കാണാറ്. അദ്ദേഹത്തിൻ്റെ സമ്പത്തിൽ നിന്ന് ഒരു തുക ജീവകാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടി നൽകുന്നു എന്നുള്ളത് അത് അംഗീകരിക്കേണ്ടതാണ്. കൂടുതൽ പറഞ്ഞ് സമയം കളയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ എത്തിയ മുഴുവൻ നമ്മുടെ സഹപ്രവർത്തകർക്കും അതുപോലെ തന്നെ നമ്മുടെ സഹോദരന്മാർക്കും ബോംബെ കേരള മുസ്ലിം വെൽഫെയർ ലീഗ് എന്ന ഇപ്പോൾ AKMCയുടെ പേരിൽ ഞാൻ നന്ദി അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിർത്തുന്നു. അസ്സലാമു അലൈക്കും. നന്ദി അസീസ് മാണിയൂർ അവർകളെ. കുറഞ്ഞ സമയത്തിനുള്ളിൽ ഈ മനോഹരമായ വേദിയെ പരിചയപ്പെടുത്തിയ അസീസ് മാണിയൂരിന് പ്രസിഡന്റ് അവർകൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കറിയാം, നമ്മളൊക്കെ നിത്യേന കാണുന്ന സോഷ്യൽ മീഡിയയിലെ നിറ സാന്നിധ്യമായ നമ്മുടെയൊക്കെ അഭിമാനതാരമായ ടെലിവിഷൻ ചാനലുകളിൽ നിത്യേന നമ്മൾ കാണുന്ന കേൾക്കുന്ന റിബേറ്റിൽ നമുക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന നമ്മോടൊപ്പം ചേരുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ